ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പുന്നയൂർ കുട്ടാടൻ കർഷകരുടെ അധ്വാനവും സമ്പത്തും വെള്ളത്തിൽ. 30 ഏക്കർ വരുന്ന പുന്നയൂർ കുട്ടാടൻ പാടശേഖരത്തെ കൃഷിയിറക്കിയ കർഷകരാണ് വിളഞ്ഞു നിൽക്കുന്ന നെല്ല് കൊയ്തെടുക്കുവാൻ കഴിയാതെ ആശങ്കയിലായത്. കഴിഞ്ഞ ദിവസം പെയ്ത വേനൽ മഴയിലാണ് പാടശേഖരങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കാൻ തുടങ്ങിയത്. വെള്ളം മൂലം കൊയ്ത്തുയന്ത്രം പാടശേഖരങ്ങളിൽ താഴുന്ന അവസ്ഥയാണ്. ഏപ്രിൽ 2 മുതൽ പാടശേഖരങ്ങളിൽ കൊയ്ത്താരംഭിച്ചെങ്കിലും അന്നുതന്നെ വേനൽമഴ പെയ്തു തുടങ്ങി. ഒരാഴ്ചയ്ക്കുള്ളിൽ ഏകദേശം 9 ഏക്കർ മാത്രമാണ് തുടർച്ചയായി കൊയ്ത്തുയന്ത്രം ഉപയോഗിച്ച് കൊയ്തെടുക്കാൻ കഴിഞ്ഞത്. ഇതും ഉയർന്ന പ്രദേശത്തെ പാടശേഖരങ്ങളിൽ മാത്രമാണ് കൊയ്തത്. ഇപ്പോൾ യന്ത്രമിറക്കുവാനും കഴിയാത്ത അവസ്ഥയാണുള്ളത്. 1 ഏക്കർ സ്ഥലത്ത് 1.25 മണിക്കൂറിൽ യന്ത്രം ഉപയോഗിച്ച് വിളവെടുപ്പ് നടത്തിയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഇരട്ടിയിലധികം സമയമെടുത്താണ് കൊയ്തെടുക്കുവാൻ പറ്റുന്നത്. മണിക്കൂറൊന്നിന് 2200 രൂപയാണ് കൊയ്ത്തുയന്ത്രത്തിന് കൂലി നൽകുന്നത്. 1 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നതിന് 50,000 രൂപയ്ക്ക് മുകളിലാണ് ചിലവ് വരുന്നത്. ഇതുകൂടാതെ ഏക്കറിന് 5000 രൂപ നിരക്കിൽ കൃഷിസ്ഥലം പാട്ടത്തിനെടുത്താണ് ഭൂരിഭാഗം കർഷകരും കൃഷിയിറക്കിയിട്ടുള്ളത്. 1 ഏക്കർ സ്ഥലത്ത് പരമാവധി വിളവ് ലഭിച്ചാൽ എല്ലാ ചിലവും കഴിച്ച് തുച്ഛമായ വരുമാനമാണ് കർഷകർക്ക് ലഭിക്കുക. പല കർഷകരും പലിശയ്ക്ക് പണമെടുത്താണ് കൃഷിയിറക്കിയത്. 20ഓളം കർഷകരാണ് പ്രതികൂല സാഹചര്യത്തിലും കൃഷിയിറക്കാൻ തയ്യാറായത്. കൊറോണയ്ക്ക് മുൻപെടുത്തിരുന്ന വിലയിലാണ് ഇപ്പോഴും നെല്ല് സംഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് കൊയ്ത്തുയന്ത്രത്തിന് 1800 രൂപ കൊടുത്തിരുന്നത് ഇപ്പോൾ 2200-ഉം കൂലിയിനത്തിൽ ഒരാൾക്ക് 700 രൂപ നൽകിയിരുന്നത് ഇപ്പോൾ 900 രൂപയുമാണ്. ചിലവുകൾ ഇരട്ടിയായി വർദ്ധിച്ചിട്ടും നെല്ലുവിലയിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഇതിനു പുറമെ പ്രകൃതിക്ഷോഭം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്കും ഒരു നഷ്ടപരിഹാരവും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറില്ലെന്നും കർഷകർ പറയുന്നു. കുറച്ച് നഷ്ടം സംഭവിച്ചാലും ചെളിയിൽ താഴാത്ത കുബോട്ട യന്ത്രം വരുത്തി വിളവെടുപ്പ് പൂർത്തിയാക്കാനാണ് ഭൂരിഭാഗം കർഷകരുടെയും തീരുമാനം. ഈ വർഷം ഇപ്പോൾ 30ഓളം ഏക്കർ കൃഷി ഈ കുട്ടാടൻ പാടശേഖരം ആലാപാലത്തിൻ്റെയും നീലങ്കടവിൻ്റെയും ഇടയിൽ കൊയ്യാൻ പറ്റാതെ കിടക്കുകയാണ്. ഉദ്യോഗസ്ഥർ വന്നു പോകുകയെന്നല്ലാതെ കർഷകർക്ക് വേണ്ടുന്നൊരു പരിഗണന ഇന്ന് വരെ തന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ആരും അറിയിച്ചിട്ടില്ല. അറിയിച്ചു കഴിഞ്ഞാൽ അതിനുള്ള എന്തെങ്കിലും ഒരു മാനുഷിക പരിഗണന ഈ അന്നം തരുന്ന ഈ കർഷകരെ ഇത്രയധികം രീതിയിൽ അവഗണിക്കുന്ന ഒരു ഭരണ സംവിധാനം ഈ കേരളത്തിലല്ലാതെ വേറെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് നമ്മൾക്ക് അറിയില്ല. ആ ഒരു രീതിയിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ ഈ കർഷകരുടെ കണ്ണുനീരിന് ഒരു വില കൽപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു.